ഹലോ, ചാപ്റ്റർ 13 ടൈം ഗോസ് ഓൺ ആണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ആദ്യത്തെ ഭാഗം പാർട്ട് 1 വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാം. ആ വീഡിയോയിൽ എവിടെയാണോ നിർത്തിയത് അവിടെ മുതൽ നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റസ് പ്ലേ. ഇതുവരെ നമ്മൾ ഡേറ്റ്സിനെ പറ്റി പറഞ്ഞു. ഇനി കുറച്ച് സമയത്തെ പറ്റി നോക്കാം. നിങ്ങളിൽ എത്ര പേർക്ക് വാച്ചിൽ നോക്കി സമയം കണ്ടുപിടിക്കാൻ അറിയാം? ഇനി അത് അറിയാത്തവർക്ക് പഠിക്കണ്ടേ? നമുക്ക് നോക്കാം. Get a working analog clock or watch. Observe the face of the clock and movements of the hands. Discuss what you observe. സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ നിങ്ങൾ ടൈമിന്റെ ബേസിക്സ് പഠിച്ചു അല്ലേ? നമുക്ക് അത് ഉപയോഗിച്ച് എങ്ങനെ ടൈം കണ്ടുപിടിക്കാമെന്ന് നോക്കാം. നമുക്കിതിന്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്ലോക്ക് എടുക്കാം. ഇവിടെ ഈ ഒരു ചെറിയ ഹാൻഡിന്റെ പേരാണ് ആർ ഹാൻഡ്. ഇത് അവറിനെ കാണിക്കുന്നതാണ്. അതുപോലെ ഈ ലോങ് ഹാൻഡ് ഇതാണ് മിനിറ്റ് ഹാൻഡ്. അതാണ് എത്ര മിനിറ്റ് ആയി എന്ന് കാണിക്കുന്നത്. ഇതുപോലെ നമ്പർ ഈ വലിയ ക്ലോക്കിൽ എഴുതുമ്പോൾ ഇവിടെ 12, അതേപോലെ 1, 2, 3. ഈ 12 കഴിഞ്ഞ് 1 വരെ ഇവിടെ കുറച്ച് മിനിറ്റ്സ് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ 1 മിനിറ്റ്, 2 മിനിറ്റ്, 3 മിനിറ്റ്, 4 മിനിറ്റ്, 1-ലെത്തുമ്പോ 5 മിനിറ്റ്സ് ആണ്. സോ നമുക്ക് മിനിറ്റ് ഹാൻഡ്സിന് വേണ്ടിയുള്ള നമ്പേഴ്സ് ഇതിന്റെ പുറത്തായിട്ട് എഴുതി കൊടുക്കാം. ഈ 1-ന് 5 എന്നാണ് പറയാ. അപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും 12-5 അല്ലെങ്കിൽ 1-5 എന്നൊക്കെ പറയുന്നത്. അപ്പൊ എന്താണ് 12th hour കഴിഞ്ഞ് 5 മിനിറ്റ്സ്. അതാണ് അതിന്റെ മീനിങ്. അതുപോലെ ഈ ഡിവിഷൻസ് ആഡ് ചെയ്ത് ഇവിടെ എത്തുമ്പോൾ എത്രയാണ്? 10 ആണ്. സോ 2-ന് പകരം പുറത്തയച്ച് 10. ഉള്ളിലുള്ള നമ്പർ നമുക്ക് അവർ ഹാൻഡിന് വേണ്ടിയും പുറത്തുള്ള നമ്പർ മിനിറ്റ് ഹാൻഡിന് വേണ്ടിയും ഉപയോഗിക്കാം. 3 ഇത് 15 ആണ്. 4 ഇത് 20 ആണ്. 5 25. കണ്ടോ, 5 + 5 + അങ്ങനെയാണ് അത് ഇൻക്രീസ് ആവുന്നത്. 6 എന്ന് പറഞ്ഞാൽ 30 മിനിറ്റ്സ് ആണ്. 7 എന്ന് പറഞ്ഞാൽ 35 മിനിറ്റ്സ്. 8 എന്ന് പറഞ്ഞാൽ 40 മിനിറ്റ്സ്. 9 എന്ന് പറഞ്ഞാൽ 45 മിനിറ്റ്സ്. 10 50 മിനിറ്റ്സ്. 11 55 മിനിറ്റ്സ് and 12 60 മിനിറ്റ്സ്. അതായത് 1 അവർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ്സ് ആണ്. ഇവിടെ ഇല്ലാത്തൊരു ഹാൻഡ് നിങ്ങൾക്ക് ഇവിടെ കാണാം. റെഡ് കളറിൽ വലിയ, ഇത് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഹാൻഡ് ആണ്. ഈ ഹാൻഡിന്റെ പേരാണ് സെക്കൻഡ് ഹാൻഡ്. എങ്ങനെ മൂവ് ചെയ്യാം? സെക്കൻഡിന്റെ ഹാൻഡ് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യും. ഇത് ഫുൾ റൗണ്ട് കഴിയും മിനിറ്റിന്റെ ഹാൻഡ് മൂവ് ചെയ്യും. അപ്പൊ കയ്യിലുള്ള ക്ലോക്ക് അല്ലെ വീട്ടിലുള്ള വാച്ച് ഒക്കെ എടുത്ത് നോക്കുക. ഇതിന്റെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാലോ. ലെറ്റ് us do. Ethel started her breakfast at 7 o'clock in the morning. She finished her breakfast at 7:15 in the morning. ഈ രണ്ട് ടൈമും ക്ലോക്കിൽ മാർക്ക് ചെയ്തിരിക്കുകയാണ്. ആദ്യം തന്നെ 7 o'clock. 7 o'clock എന്ന് പറയുമ്പോൾ അവർ ഹാൻഡ് 7-ലായിരിക്കും ആൻഡ് മിനിറ്റ് ഹാൻഡ് 12-ലായിരിക്കും. 0 മിനിറ്റ്സ് ആണ്. സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇവിടുന്ന് പോകുന്നതിനനുസരിച്ചാണ് മിനിറ്റ് കൂടി കൂടി വരിക. ഇപ്പൊ അത് 0 മിനിറ്റ്സിലാണ്. ഇപ്പൊ 7-ലും 12-ലും ആയിരിക്കും. എന്നാൽ 7:15 ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ സമയം ഇത് 7-ൽ തന്നെ ആയിരിക്കും. സ്ലൈറ്റ്ലി കുറച്ച് ഇങ്ങനെ മൂവ് ചെയ്യും. എന്നാൽ മിനിറ്റ് ഹാൻഡോ ഇവിടുന്ന് കറങ്ങി കറങ്ങി 15 ഇവിടെ 5 ആയിരുന്നു, ഇവിടെ 10 ആയിരുന്നു, ഇവിടെ 15-ൽ എത്തിയിരിക്കുകയാണ്. She took dash minutes to eat her breakfast. അപ്പൊ മിനിറ്റ് ഹാൻഡ് ആദ്യം 0-ലായിരുന്നു, ഇപ്പൊ അത് 15-ൽ എത്തി. അപ്പൊ എത്ര മിനിറ്റ്സ് എടുത്തിട്ടുണ്ട്? She took 15 minutes to eat her breakfast. Draw the hour hand and minute hand on the clock to show the following. ഇനി അതുപോലെ ചെയ്ത് നോക്കാലോ. 8:15 8 അവർ ആയിട്ടുണ്ട് and 15 മിനിറ്റ്സ് സൂചി. അപ്പൊ ഇത് അവർ ഹാൻഡ് ഇവിടെയും മിനിറ്റ് ഹാൻഡ് ഇവിടെയുമാണ് വരുന്നത്. അതിനെ നമുക്ക് 8:15 എന്നും പറയാം. ഇനി നെക്സ്റ്റ് ആണ് 8:30. അപ്പൊ 8-ൽ നിന്ന് കുറച്ച് മൂവ് ചെയ്തിട്ട് ഇവിടെയൊക്കെ എത്തിയിട്ടുണ്ടാവും കേട്ടോ. ആൻഡ് മിനിറ്റ് ഹാൻഡ് 30 മിനിറ്റ്സ് ഇവിടെയാണ്. ഇതാണ് 30. 8:30.
30നെ പറയുന്നത് ഹാഫ്. എന്തുകൊണ്ടാണ് 30 ഹാഫ് ആയത്? കാരണം ടോട്ടൽ 60 മിനിറ്റ്സ് ആണുള്ളത്. 60യുടെ ഹാഫ് ആണ് 30. അതുകൊണ്ടാണ് അതിന് 8:30 എന്ന് പറയുന്നത്. Let us do a day in the life of Hetal. Match the activity with the statement shown in the picture. Write the time and draw the minute hand and hour hand wherever it is required. ഇവിടെ ഹെതൽ ഓരോ ആക്ടിവിറ്റീസും ചെയ്യുന്ന സമയം കാണിച്ചിട്ടുണ്ട്. നമുക്ക് വേഗം അതൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം. വേക്സ് അപ്പ്. എപ്പോഴാ വേക്ക് ചെയ്യുന്നത്? ഇവിടെ 6 ആയിരുന്നു, ഇവിടെ 12 ആയിരുന്നു അല്ലെ? അപ്പൊ ഇത് എത്രയാണ്? 6 o'clock. ഇനി 7 o'clock. That's yoga. യോഗ ചെയ്യുന്ന സമയമാണ് 7 o'clock. ഇവിടെയാണ് 7 വരുന്നത്. സോ our hand ഇവിടെയും minute hand ഇവിടെയുമാണ് വരുന്നത്. So this is 7 o'clock. അതിനുശേഷം goes to school. സ്കൂളിൽ പോകുന്ന സമയം എത്രയാണ്? ഇത് 7 ആയിരുന്നു, ഇത് 8 ആണ് അല്ലെ? 8ലും 12ലും ആണെങ്കിൽ this is 8 o'clock. Return to home. സ്കൂൾ കഴിഞ്ഞു വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. 1 o'clockനാണ് തിരിച്ചു വരുന്നത്. സോ ചെറിയ ഹാൻഡ് അത് 1ലാണ്, വലിയ ഹാൻഡ് അല്ലെങ്കിൽ മിനിറ്റ് ഹാൻഡ് അത് 12ലാണ്. ഇവിടെ 12, ഇവിടെ 1 ആണ്. Haves lunch. ലഞ്ച് ടൈം 2 o'clock ആണ്. സോ 2ലാണ് സ്മോൾ ഹാൻഡ് അല്ലെങ്കിൽ അവർ ഹാൻഡ്, മിനിറ്റ് ഹാൻഡ് 12ലാണ്. ഇതാണ് 2 o'clock. 4 o'clock plays. പ്ലേ ടൈം ആണ് 4 o'clock. എങ്ങനെ മാർക്ക് ചെയ്യാം? ഇത് 3 ആണ്, സോ ഇത് 4 ആണ്. അവർ ഹാൻഡ് 4ലും മിനിറ്റ് ഹാൻഡ് 12ലുമാണ്. സോ 4 o'clock. 5 o'clock സ്റ്റഡീസ്. പഠിക്കുന്ന സമയമാണ്. നിങ്ങളൊക്കെ ഈ സമയത്ത് പഠിക്കാറുണ്ടോ? ഇതാണ് 5. സോ അവർ ഹാൻഡ് 5ലും മിനിറ്റ് ഹാൻഡ് 12ലും. 5 o'clock. 9 o'clock goes to sleep. 9 മണിയാകുമ്പോൾ ഉറങ്ങാൻ പോകും. ഇതാണ് 9. സോ ഇവിടെയാണ് അവർ, ഇവിടെയാണ് മിനിറ്റ് ഹാൻഡ് 12. സോ 9 o'clock. ഇത് നിങ്ങൾ എല്ലാവരും സ്വന്തമായിട്ട് തന്നെ ഫിൽ ചെയ്യാൻ ശ്രമിക്കുക. Visit to Nani's house or grandma's house. Is this the same sweater you were knitting earlier? ഹെദർ അവളുടെ നാനിയുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. നാനി എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ്മ. അവിടെ ഗ്രാൻഡ്പ ഒരു സ്വെറ്റർ ഇപ്പോഴും നിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഹെദർ ചോദിക്കുക, ഞാൻ ലാസ്റ്റ് ടൈം വന്നപ്പോഴും ഗ്രാൻഡ്പ ഇത് തന്നെയായിരുന്നില്ലേ നിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്? Yes, it took me 2 months. Now it is almost ready for you. ഗ്രാൻഡ്പ ഇത് ആർക്ക് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്? ഹെദറിന് വേണ്ടിയാണ്. ഇത് ഉണ്ടാക്കാൻ 2 months ആണ് എടുത്തിരിക്കുന്നത്. അത്രയും ലോങ് ടൈം കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. How long do these vegetable take to grow? ഈ വെജിറ്റബിൾ ഗാർഡനിൽ നനയ്ക്കുന്ന സമയത്ത് ഈ വെജിറ്റബിൾ ഒക്കെ ഗ്രോ ആവാൻ എത്ര ടൈം എടുക്കും? അപ്പൊ ഗ്രാൻഡ്പ പറയാ, ഡിഫറെന്റ് വെജിറ്റബിൾ സീഡ്സ് ടേക്ക് ഡിഫറെന്റ് ടൈംസ് ടു ഗ്രോ. Radish take 2 to 3 weeks. Cabbage, capsicum, carrot, cauliflower, etc. may take 2 to 3 months. ഓരോ ആക്ടിവിറ്റീസും എല്ലാ ആക്ടിവിറ്റീസും ഒരേ സമയം കൊണ്ടല്ല സംഭവിക്കുന്നത്. പല പല ആക്ടിവിറ്റീസിനും പല പല ടൈമാണ്. Let us think. Fill the table by writing events or activities from your daily life that can take the following durations of time. One is written as example in each column. ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ട്. അത് മന്ത്സ് എടുക്കുന്ന പ്രോസസ് ആണോ, കുറച്ച് വീക്സ് ആണോ എടുക്കുന്നത്, അല്ലെങ്കിൽ ഡേയ്സ് ആണോ, അല്ലെങ്കിൽ ഫ്യൂ അവേഴ്സ് ആണോ, അല്ലെങ്കിൽ കുറച്ച് മിനിറ്റ്സ് മാത്രമാണോ? അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നോക്കാം. ചേഞ്ചിങ് ഫ്രം സമ്മർ ടു വിന്റർ. സമ്മറിൽ നിന്ന് വിന്ററിലേക്ക് മാറണമെങ്കിൽ കുറെ മന്ത്സ് എടുക്കും. അതുപോലെ കംപ്ലീറ്റിംഗ് എ ചാപ്റ്റർ ഇൻ ക്ലാസ്, അതിന് കുറച്ച് വീക്സ് ആയിരിക്കും എടുക്കുന്നത്. ടേക്ക് ഡേയ്സ്. knitting a sweater, maybe days. നേരത്തെ ഗ്രാൻഡ് ഫാദറിന് അത് മന്ത്സ് എടുത്തു. അപ്പൊ ഓരോ ആളുകൾക്ക് അനുസരിച്ചാണ്. ടേക്ക് അവേഴ്സ്. സ്റ്റിച്ചിങ് എ ഷർട്ട്. ചില ആളുകൾ നല്ല ഫാസ്റ്റ് ആയിട്ട് ഒരു ഷർട്ട് സ്റ്റിച്ച് ചെയ്യും. ടേക്സ് മിനിറ്റ്. ടേക്കിംഗ് എ ഷവർ. കുറച്ച് മിനിറ്റുകൾ എടുത്തിട്ടാണ് നിങ്ങൾ കുളിക്കുന്നത്. അപ്പൊ ഇതുപോലെ ഈ ഒരു ടേബിൾ നിങ്ങളുടെ ആക്ടിവിറ്റീസ് കൊണ്ട് ഫിൽ ചെയ്യാം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. പക്ഷെ ഈ ടേബിൾ നിങ്ങൾ സ്വന്തമായി തന്നെ ഫിൽ ചെയ്യണം.
മന്ത്സിൽ growing a plant from a seed, preparing for final exams, a fruit ripening on a tree, ഇതൊക്കെ കുറേ മാസങ്ങൾ എടുത്തിരിക്കും. ഇനി take weeks, school winter holidays, few weeks ആണ്. Learning to ride bike, planning a birthday party, ഇതൊക്കെ weeks ആയിരിക്കാം. Take days, painting a house, traveling by train across India, building a large Lego set, ഇതൊക്കെ few days ആയിരിക്കും. ഇനി hours of watching a movie, playing a football match, doing your homework, ഇതൊക്കെ few hours. And take minutes, brushing your teeth, eating a snack, boiling an egg, ഇതൊക്കെ minutes ആണ്. ഓക്കെ, ഇത് എക്സാമ്പിൾ മാത്രമാണ്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാം. Write the number of minutes taken for the following activities. ഇവിടെ തന്നിരിക്കുന്ന ഈ ആക്ടിവിറ്റീസിനൊക്കെ നിങ്ങൾ എത്ര സമയമാണ് എടുക്കുന്നത്? സ്കൂൾ പീരീഡ്, നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു പീരീഡ് എത്ര മിനിറ്റ്സ് ആണ്? മേ ബി 50 മിനിറ്റ്സ്, ചില സ്ഥലങ്ങളിൽ 45 മിനിറ്റ്സ് ആവും. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ എത്ര മിനിറ്റ്സ് ആണ് ഒരു ക്ലാസ്, അത് എഴുതുക. ലഞ്ച് ബ്രേക്ക്, ചില സ്ഥലങ്ങളിൽ 30 മിനിറ്റ്സ് ആണ് കിട്ടുന്നത്, ചില സ്ഥലങ്ങളിൽ 60 മിനിറ്റ്സ് കിട്ടും. അപ്പൊ നിങ്ങളുടെ സ്കൂളിൽ എത്ര മിനിറ്റ്സ് ആണ്, അത് കറക്റ്റ് ആയിട്ട് എഴുതുക. മിഡ് ഡേ മീൽ, ഇതിന്റെ ഇടയ്ക്കുള്ള സ്നാക്സ് ടൈം മേ ബി 15 മിനിറ്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ 25 മിനിറ്റ്സ് ഒക്കെ ആയിരിക്കാം. പ്ലേ പീരീഡ്, മറ്റുള്ള പീരീഡ് പോലെ തന്നെ പ്ലേ പീരീഡും 50 മിനിറ്റ്സ് ആയിരിക്കാം. ഈറ്റിംഗ് ഡിന്നർ, വീട്ടിൽ ഡിന്നർ കഴിക്കണമെങ്കിൽ മേ ബി 20 മിനിറ്റ്സ് ആയിരിക്കാം. ബ്രഷിംഗ് ടീ മേ ബി 10 മിനിറ്റ്സ്. അപ്പൊ ഇതൊക്കെ ഓരോരുത്തരുടെ ആക്ടിവിറ്റിക്ക് അനുസരിച്ച് വേണം എഴുതാൻ. Write down what you can do in the time frame given below. ഈ തന്നിരിക്കുന്ന ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റി ഇവിടെ എഴുതുക. 5 മിനിറ്റ്സിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റി ഏതാ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്കിവിടെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. 5 മിനിറ്റ്സിൽ മേ ബി പാക്ക് സ്കൂൾ ബാഗ്, നിങ്ങൾ സ്കൂൾ ബാഗ് പാക്ക് ചെയ്യാൻ 5 മിനിറ്റ്സ് ആയിരിക്കാം. 10 മിനിറ്റ്സ് ക്ലീൻ യുവർ ഡെസ്ക്, 15 minutes walk to the shop, 20 minutes have breakfast, 25 minutes solve a few math problems, 30 minutes watch an educational video, 45 minutes complete a drawing, 60 minutes play outside. ഇതുപോലെ നിങ്ങളുടെ ആക്ടിവിറ്റീസ് എഴുതുക. Write the number of minutes passed by looking the movement of the minute and hour hands. ഇവിടെ തന്നിരിക്കുന്ന ക്ലോക്കിൽ 2 ചിത്രം നോക്കിയിട്ട് ഇതിൽ എത്ര മിനിറ്റ്സ് പാസ് ചെയ്തു എന്ന് കണ്ടുപിടിക്കണം. ഇത് ഫസ്റ്റ് 8:10 ആണ്. ഇനി ഇവിടെയോ ഇത് 8:15 ആണ്. ഇനീഷ്യലി അത് 2-ലായിരുന്നു, ഇപ്പൊ അത് 3-ലേക്ക് എത്തി. 2 നമ്പറിന്റെ ഇടയിലുള്ള എത്ര ടൈമാണ്? 5 മിനിറ്റ്സ് ആണെന്ന് നമ്മൾ കണ്ടു. സോ ടൈം ടേക്കൺ 5 മിനിറ്റ്സ്. അതുപോലെ ഇപ്പോ 8:20-ലാണുള്ളത്, അത് 8:30-ലെത്തി. 8:20 ആയിരുന്നു, ഇപ്പൊ 8:30 ആയി. സോ 20-ൽ നിന്ന് 30-ലേക്ക് 5 + 5 10 minutes. നെക്സ്റ്റ് പിക്ചർ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആദ്യത്തെ 2 പിക്ചറിലും അവറിന് ഒരു ചേഞ്ചും വരുന്നില്ല. 8-ൽ സ്റ്റാർട്ട് ചെയ്തു, 8-ൽ തന്നെ എൻഡ് ചെയ്തു. മിനിറ്റ് മാത്രമേ മൂവ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഈ പിക്ചറിൽ 8:30-ലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. 8:30. പക്ഷെ ഇത് എൻഡ് ചെയ്യുന്നത് എവിടെയാണ്? അവർ ഹാൻഡ് 8-ൽ നിന്ന് പോയി, 9-ൽ നിന്ന് പോയി, 10-ഉം കഴിഞ്ഞിരിക്കുകയാണ്. സോ ഈ ടൈം എങ്ങനെ എഴുതാം? 10. ഇനി മിനിറ്റ് ഹാൻഡ് എവിടെയാ ഉള്ളത്? 9-ലാണ്. 9 മീൻസ് 45. 10:45-ലാണ് എത്തിയിരിക്കുന്നത്. ആണ് ഇതിന്റെ മീനിങ്. 8-ൽ ഉണ്ടായിരുന്ന അവർ 9-ൽ എത്തിയപ്പോ 1 അവർ കഴിഞ്ഞു. ഇനി ആ 9-ൽ നിന്ന് 10-ൽ എത്തിയപ്പോഴോ ഇനി ഒരു 1 അവറും കൂടി കഴിഞ്ഞു. ടോട്ടലായിട്ട് 2 hours ആണ് കഴിഞ്ഞിരിക്കുന്നത്. ഇനി മിനിറ്റ് ഹാൻഡ് ആദ്യം ഉണ്ടായിരുന്നത് 6-ലാണ്, ഇപ്പൊ അത് 45-ലെത്തി. ഇതിന്റെ ഇടയില് 15 മിനിറ്റ്സ് ആണ് പാസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ 2 hours-ഉം പ്ലസ് ഈ ഒരു 15 മിനിറ്റും ഇവിടെ പാസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ അവർ സൂചി 10-ൽ എത്തിയില്ലായിരുന്നു എന്ന് വിചാരിക്കുക. അത് സ്റ്റിൽ അടുത്ത പിക്ചറിലും അത് 8-ൽ തന്നെ ആയിരുന്നെങ്കിൽ ഇവിടെ 8:30-ഉം ഇവിടെ 8:45-ഉം ആയേനെ. ആ കേസില് ഓൺലി 15 മിനിറ്റ്സ് ആണ് ഇത് തമ്മിൽ ഉണ്ടായിരുന്ന ഡിഫറൻസ്.
പക്ഷെ അവർ ഹാൻഡും കൂടി മൂവ് ചെയ്തത് കൊണ്ട് ടോട്ടൽ 2 hours and 15 minutes ആണ് ഇവിടെ പാസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെയോ? ഇവിടെ 6:15 ആണ്, ഇവിടെ 6:45 ആണ്. ഇവിടുന്ന് ഇവിടെ എത്തി അല്ലെ? 5, 10, 15, 20, 25 and 30 minutes ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇവിടെയോ? ഇവിടെ 4 o'clock ആണ്, എന്നാൽ ഇവിടെ 5 o'clock ആണ്. 4:00, 5:00 ആണ്. അപ്പൊ 4 o'clockൽ നിന്ന് 5 o'clock ആണെങ്കിൽ ഫുൾ കംപ്ലീറ്റ് റൊട്ടേഷൻ ആണ് സംഭവിച്ചിരിക്കുന്നത്. ടോട്ടൽ 60 minutes ആണ് പാസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ 3:30 ആണ്, 3:30. എന്നാൽ ഇവിടെയോ 4:30 ആണ്, 4:30. 3:30 4:30 ആയി മാറി. അപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത്? അഗെയിൻ ഇവിടെയായിരുന്നു ഇനീഷ്യലി ഉണ്ടായിരുന്നത്, റൊട്ടേഷൻ കഴിഞ്ഞ് അവിടെ എത്തിയപ്പോഴാണ് അത് 4:30 ആയത്. അവിടെയും 60 minutes ഫുൾ കംപ്ലീറ്റ് ആയിട്ട് 1 hour പാസ് ചെയ്തു പോയി. Let us explore. You may have seen digital watches or clocks at various places. Where have you seen them? ഈ ഒരു ക്ലോക്ക്, ഇതിനാണ് ഡിജിറ്റൽ ക്ലോക്ക് എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾ നമ്പർ കൗണ്ട് ചെയ്തൊന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, കറക്റ്റ് ആയിട്ട് എഴുതി തന്നിട്ടുണ്ടാവും. ഇത് നിങ്ങൾ എവിടെയൊക്കെയാ കണ്ടിട്ടുണ്ടാവുക? മേ ബി റെയിൽവേ സ്റ്റേഷൻ, എയർപോർട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്സിൽ, ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇതുപോലെയുള്ള ക്ലോക്സ് ഉണ്ടായിട്ടുണ്ടാവാം. A digital clock shows time using digits. A clock showing time with second, minute and hour hand is called analog clock. അപ്പൊ ഈ ഒരു ക്ലോക്ക്, ഡിജിറ്റൽ ക്ലോക്കും ഈ ഡിഫറെന്റ് ഹാൻഡ്സ് ഉള്ള ഈ ഒരു ക്ലോക്ക് ആണ് അനലോഗ് ക്ലോക്ക്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അബൌട്ട് 2 clocks? ഈ രണ്ട് ക്ലോക്ക് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഒന്നിൽ നമുക്ക് 3 ഹാൻഡ്സ് ഉപയോഗിച്ച് നമ്മൾ ടൈം കണ്ടുപിടിക്കണം. ഡിജിറ്റൽ വാച്ചിലാണെങ്കിൽ ടൈം ഡയറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടാവും, അത് വായിക്കാൻ പറ്റും. വിച്ച് ക്ലോക്ക് ഡു യു ഹാവ് ഓൺ യുവർ സ്കൂൾ വാൾ? നിങ്ങളുടെ സ്കൂളിൽ ഏത് ടൈപ്പ് ഓഫ് ക്ലോക്ക് ആണുള്ളത്? അത് എഴുതുക. ഡ്യൂറേഷൻ ഓഫ് ടൈം ഇസ് ഓൾസോ മെഷേർഡ് യൂസിംഗ് സാൻഡ് ക്ലോക്സ്. മേക്ക് യുവർ ഓൺ സാൻഡ് ക്ലോക്ക് ടൈമർ ഇൻ ദ പ്രസൻസ് ഓഫ് എൻ അഡൽട്ട്. അപ്പൊ ക്ലോക്കിന് പകരം ചില സമയങ്ങളിൽ നമ്മൾ ടൈമർ അല്ലെങ്കിൽ പല ആക്ടിവിറ്റീസിനായിട്ട് സാൻഡ് ക്ലോക്ക്, സാൻഡ് ടൈമർ ഒക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലെ? അപ്പൊ നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള സാൻഡ് ടൈമർ ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ സാൻഡ് ക്ലോക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. മെറ്റീരിയൽസ് റിക്വയർഡ്: 2 waste transparent or glass bottles of small size with caps, strong glue to join bottle caps. ഇത് അഡൽട്ടിന്റെ പ്രസൻസിൽ മാത്രമേ ഉണ്ടാക്കാവുള്ളൂ. ഇങ്ങനത്തെ ഗ്ലൂ ഒക്കെ എടുക്കുമ്പോൾ സൂക്ഷിക്കണം. പ്രോസസ് ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. Find out how much time it takes to shift the sand from one bottle to the second one by looking at the clock. നിങ്ങൾ ഉണ്ടാക്കിയതിനു ശേഷം നിങ്ങൾ ആഡ് ചെയ്തിരിക്കുന്ന സാൻഡ് കംപ്ലീറ്റ് ആയിട്ട് താഴെയുള്ള ബോട്ടിലേക്ക് എത്താൻ എത്ര സമയമാകും? അത് നിങ്ങളുടെ കയ്യിലുള്ള നോർമൽ വാച്ച് ഉപയോഗിച്ച് കണ്ടുപിടിച്ചിട്ട് മാർക്ക് ചെയ്ത് വെക്കണം. മേ ബി ഇത് ഫുൾ ആയിട്ട് ഇവിടുന്ന് ഇവിടെ വരെ പോവാൻ 5 minutes വേണമെന്ന് വിചാരിക്കുക. സോ നിങ്ങൾക്ക് ഇപ്പൊ അറിയാം, ഇങ്ങനെ വെച്ച് ഈ സാൻഡ് തീരുമ്പോൾ 5 minutes ആവും. ഇനി തിരിച്ചു വെക്കാം. അഗെയിൻ അത് അവിടെ നിന്ന് തീർന്ന് ആദ്യത്തെ ബോട്ടിലേക്ക് എത്താൻ 5 minutes ആവും അല്ലെ? യുവർ സാൻഡ് ക്ലോക്ക് ഇസ് റെഡി ഫോർ യൂസ്. യു മേ യൂസ് ഇറ്റ് ടു ടൈം വൈൽ പ്ലേയിങ് ഡിഫറെന്റ് ഗെയിംസ്. ഓരോ ഗെയിംസ് ഒക്കെ പ്ലേ ചെയ്യുമ്പോൾ ടൈം ലിമിറ്റ് ഉണ്ടാവും. അതിനു വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ സാൻഡ് ക്ലോക്ക് ഉപയോഗിക്കാം. അങ്ങനെ ഈ ചാപ്റ്റർ ഇവിടെ കഴിയാണ്. നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ഈ പ്രോബ്ലംസ് ഒക്കെ സ്വന്തമായിട്ട് തന്നെ ചെയ്തു നോക്കണം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.